ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്പൈസ് ആൻഡ് ചിൽസ്. ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് MDH എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കറാച്ചി ചിക്കൻ മസാലയാണ്. അതാണ് ഈ റെസിപ്പിയുടെ ട്രിക്ക്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആൻഡ് മെത്തേഡ്സിലോട്ട് കടക്കാം. വേണ്ട ഇൻഗ്രീഡിയൻസ്: 1.5 കിലോ ചിക്കൻ വിത്ത് ബോൺ ചെറുതായിട്ട് മുറിച്ചത്, 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, 250 ഗ്രാം ടൊമാറ്റോ, ഇത് 50 ഗ്രാം ജിഞ്ചറും 50 ഗ്രാം ഗാർലിക്കും നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്താണ്. പിന്നെ ഇത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് യോഗട്ട്, ഇത് അധികം പുളിയില്ലാത്ത യോഗട്ടാണ്, തൈര്, കസൂരി മേത്തി, കുറച്ച് ക്രീം, ഇത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് MDHന്റെ കറാച്ചി മസാല, സോൾട്ട്, ഓയിൽ ഫോർ ഫ്രൈ. മാരിനേഷന് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സോൾട്ട് ടേസ്റ്റ്. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചൂടായ എണ്ണയിലോട്ടിട്ട് ചിക്കൻ വറുത്ത് കൊടുക്കുക. നന്നായി ഫ്രൈ ചെയ്ത ചിക്കനെ ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ട് ഈ ഡിഷിലോട്ട് മാറ്റണം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല, അത് നമ്മുടെ ജീരകമാണ്. ഇതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇത് നമ്മൾ തടുക്ക പൊട്ടിക്കണ പോലെ ജീരകം ആദ്യം ഒന്ന് പൊട്ടിക്കണം. ഓണിയൻ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ, നമുക്ക് ആ സ്മെല്ല് കിട്ടും. കഴിയുമ്പോൾ നമ്മളുടെ തീ ഒന്ന് കുറച്ചിട്ട് നമ്മളുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കറാച്ചി ചിക്കൻ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മളുടെ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ തൈര് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മുടെ കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ കസൂരി മേത്തി ലീവ്സ്. ഈ ഗ്രേവിയിലേക്ക് കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓയില് നല്ലവണ്ണം തെളിഞ്ഞ് നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ക്രീമും ഒഴിച്ച് ഫിനിഷ് ചെയ്യാനാണ്. ക്രീമാണ് നമ്മുടെ ഈ ഗ്രേവിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും റിച്ച്നെസ്സും കൊടുക്കുന്നത്. കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഞങ്ങളുടെ ഈ സ്പൈസ് ആൻഡ് ചിൽസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഞങ്ങൾക്ക് എന്നും ഒരു പ്രോത്സാഹനമാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ഫോർ നൗ.